അടുത്തതായിട്ട് നമുക്ക് സ്പർ ഗിയർ റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതൊരു സാമ്പിൾ പ്രോബ്ലം ആണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൊസീജിയറിനെ കുറിച്ചുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കിയാൽ കൂടുതൽ കാര്യം മനസ്സിലാവും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഗിവൺ ഡേറ്റ് തന്നേക്കുന്നത് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് 25 കിലോ വാട്ട് ഓഫ് പവർ തന്നിട്ടുണ്ട്. ഇത്ര 25 കിലോ വാട്ട് പവറാണ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ളത്. ഫ്രം എ ഷാഫ്റ്റ് റണ്ണിങ് അറ്റ് 1000 RPM ടു എ പാരലൽ ഷാഫ്റ്റ് വിത്ത് സ്പീഡ് റിഡക്ഷൻ 2.5:1. അപ്പോൾ ഇൻപുട്ട് സ്പീഡ് N1 വാല്യൂ, അതായത് പിനിയൻ റൊട്ടേറ്റ് ചെയ്യുന്ന RPM തന്നിട്ടുണ്ട്. 1000 RPM ആണ്. പാരലൽ ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പീഡ് റിഡക്ഷൻ 2.5:1. അപ്പോൾ റിഡക്ഷൻ ഗിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് N2 വാല്യൂ കുറവായിരിക്കും. അപ്പോൾ 2.5:1 റേഷ്യോ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പീഡ് ഓഫ് ദ ഗിയർ കണ്ടുപിടിക്കാം, N2 വാല്യൂ കണ്ടുപിടിക്കാം. ദെൻ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ടു ബി അബൌട്ട് 300 mm. അതായത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് നമുക്ക് ഡയമീറ്റർ ഓഫ് ദ പിനിയനും ഡയമീറ്റർ ഓഫ് ദ ഗിയറും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡയമീറ്റർ തന്നിട്ടുള്ള പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. The material is used for pinion is steel. Allowable design stress തന്നിട്ടുണ്ട് 200 Newton/mm². Brittle hardness number തന്നിട്ടുണ്ട് 250. Gear is cast iron. അപ്പോൾ സ്റ്റീലും കാസ്റ്റ് അയൺ ആണ് കോമ്പിനേഷൻ. അതിൻ്റെ ഗിയറിൻ്റെ കാസ്റ്റ് അയൺ ആണ് സിഗ്മ ഡി. ഡിസൈൻ സ്ട്രെസ് 180 Newton/mm². Brittle hardness number 200 തന്നിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ സെലക്ഷൻ്റെ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഡയറക്റ്റ് ഡേറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ടേബിൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല, ഡേറ്റാസ് എല്ലാം തന്നിട്ടുണ്ട്. കൺസിഡറിങ് ക്ലാസ് 2 ഗിയർ വിത്ത് ടൂത്ത് പ്രൊഫൈൽ 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട്. ഇതെല്ലാം ഡേറ്റ നമ്മൾ ഇക്വേഷൻസ് എടുക്കാൻ വേണ്ട സപ്പോർട്ടിംഗ് ഡേറ്റയാണ്. ക്ലാസ് 2 ഗിയർ ആണ്. ടൂത്ത് പ്രൊഫൈൽ 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട്. ഇതൊക്കെ ഈ ഡേറ്റ ആവശ്യമായിട്ട് വരുന്നത് ലൂയിസ് ഫോം ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പോഴൊക്കെയാണ്. ഡിസൈൻ ദ സ്പർ ഗിയർ ആൻഡ് ചെക്ക് ഫോർ ഡൈനാമിക് ആൻഡ് ഡൈനാമിക് ലോഡ് വിയർ ലോഡും കൂടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്പർ ഗിയർ ഡിസൈൻ ചെയ്തതിനു ശേഷം ലോഡ് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത്രയാണ് ഗിവൺ ഡേറ്റസ്. അപ്പോൾ ഇത് ആദ്യ സ്റ്റെപ്പായിട്ട് ഈ ഡേറ്റ എല്ലാം വ്യക്തമായി എഴുതുക. എന്നിട്ട് ഒരു ഏതൊക്കെ സ്റ്റെപ്പ് എങ്ങനെ ഫോളോ ചെയ്യണം, ഏതൊക്കെ ഡേറ്റ വേണമെന്നുള്ളൊരു പിക്ചർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ ഇതൊക്കെയാണ്. P25 കിലോ വാട്ട്, N1 ഇൻപുട്ട് ഗിയറിൻ്റെ N1 ആയിട്ട് എടുത്തു, 1000 RPM. വെലോസിറ്റി ഗിയർ റേഷ്യോ 2.5:1. സെൻറ്റർ ഡിസ്റ്റൻസ് 300 mm. പിനിയൻ ഡിസൈൻ സ്ട്രെസ് തന്നിട്ടുണ്ട്, ഗിയർ ഡിസൈൻ സ്ട്രെസ് തന്നിട്ടുണ്ട്. ദെൻ BHN വാല്യൂസ് ക്ലാസ് 2 ഗിയർ ആണ് തന്നിട്ടുണ്ട്. ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട് സിസ്റ്റമാണ്, 20 ഡിഗ്രിയാണ്. കണ്ടുപിടിക്കാനുള്ള ഡിസൈൻ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ കണ്ടുപിടിക്കണം, ഡൈനാമിക് ലോഡ് കണ്ടുപിടിക്കണം, എൻഡുറൻസ് ലോഡും വിയർ ലോഡുമായിട്ട് കമ്പാരിസൺ ചെയ്ത് സേഫ് ആണോ അല്ലേ എന്ന് കണ്ടുപിടിക്കണം. ഇത്രയാണ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഗിയർ റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്കറിയാം I N1/N2 ആണ്, അല്ലെങ്കിൽ D2/D1 ദാറ്റ് ഈസ് ഈക്വൽ ടു Z2/Z1. അതാണ് ഗിയർ റേഷ്യോ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇൻപുട്ട് സ്പീഡ് ബൈ ഔട്ട്പുട്ട് സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗിയർ റേഷ്യോ കിട്ടും. അതേ റേഷ്യോ ഡയമീറ്ററിൻ്റെ കേസ് വരുമ്പോഴും നമ്പർ ഓഫ് ടീത്ത് വരുമ്പോഴും തിരിഞ്ഞു വരും. അപ്പോൾ D2/D1 Z2/Z1 ആവും. അപ്പോൾ ഇതിൽ നമുക്ക് N2 വാല്യൂ കിട്ടാൻ ഇത്രയേ ഉള്ളൂ. I വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 2.5:1 ആണ് I വാല്യൂ തന്നത്. അപ്പോൾ 2.5 ആണ് Iയുടെ വാല്യൂ. ദെൻ N1 വാല്യൂ ഇൻപുട്ട് RPM അറിയാം 1000 ഡിവൈഡ് ബൈ N2 എന്ന് പറയുന്നത് ഗിയറിൻ്റെ RPM ഔട്ട്പുട്ട് സ്പീഡാണ് N2 ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് 400 RPM എന്ന് കിട്ടും. N2 is equal to 400 RPM. ആൻഡ് D2, അതിൽ നിന്ന് D2 റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? D2 is equal to 2.5 times D1 ആണ്. ഗിയർ റേഷ്യോ വെച്ചിട്ട് D2 is equal to 2.5 times D1 ആണ്. ദെൻ സെൻറ്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സെൻറ്റർ ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ ഇങ്ങനെയാണ്, D1 + D2/2. സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ D1 + D2/2 ആണ്. അതായത് രണ്ട് ഡയമീറ്ററിൻ്റെ ആഡ് ചെയ്യുമ്പോൾ മൊത്തം എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് കിട്ടും. അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടും. ദെൻ സെൻട്രൽ ഡിസ്റ്റൻസ് തന്നേക്കുന്ന 300 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. D2 is equal to 2.5 D1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് കിട്ടും? D1 + 2.5 D1 is equal to 600 എന്ന് കിട്ടും. ആ വാല്യൂ സോൾവ് ചെയ്യുമ്പോൾ D1 is equal to 171.43 mm എന്നും D2 428.57 mm എന്ന് കിട്ടും.
ഇനി നമുക്ക് വീക്കർ പാർട്ട് ഐഡന്റിഫൈ ചെയ്യണം. എന്തുകൊണ്ടാണ് വീക്കർ പാർട്ട് ഐഡന്റിഫൈ എന്നുള്ളത് വെച്ചാൽ ഇവിടെ രണ്ടും രണ്ട് മെറ്റീരിയലാണ് തന്നേക്കുന്നത്. അപ്പോൾ സ്ട്രെങ്ത് ഫാക്ടർ കണ്ടുപിടിച്ചേ പറ്റൂ. സ്ട്രെങ്ത് ഫാക്ടർ സിഗ്മ ഡി ഇൻറ്റു വൈ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ടീത്ത് ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ടീത്ത് തന്നിട്ടില്ല. ഇപ്പോൾ നമ്പർ ഓഫ് ടീത്ത് തരാത്തതുകൊണ്ട് നമ്മൾ Z1 20 ആയിട്ട് അസ്യൂം ചെയ്യാണ്. നേരത്തെ പറഞ്ഞ് 24 ആയിട്ടൊക്കെ എടുക്കാം, ഇവിടെ 20 ആയിട്ട് അസ്യൂം ചെയ്തേക്കാണ്. അത് പ്രശ്നമില്ല. 20 ആയിട്ട് അസ്യൂം ചെയ്യുമ്പോൾ Z1 20 ആണെങ്കിൽ Z2 അതായത് നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ റേഷ്യോ ഇൻറ്റു നമ്പർ ഓഫ് ടീത്ത് ഓൺ പിനിയൻ കിട്ടും. അപ്പോൾ എന്ത് വരും? 2.5 ഇൻറ്റു 20 കിട്ടും. അപ്പോൾ കിട്ടുന്ന വാല്യൂ 50 നമ്പർ ഓഫ് ടീത്ത് 50 ആണ് ഗിയറിൻ്റെ കേസിൽ വരുന്നത്. ഇനി നമുക്ക് ലൂയിസ് ഫോം ഫാക്ടർ കണ്ടുപിടിച്ച് നോക്കാം. ഫോം ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഇതാണ്. 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട് ആണ് തന്നേക്കുന്നത്. 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട്. അപ്പോൾ വൈയുടെ ഇക്വേഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഇക്വേഷൻ 12.5 ഡി ആണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇക്വേഷൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് y is equal to 0.154 മൈനസ് 0.912 ബൈ Z എന്ന് കിട്ടും. അപ്പോൾ y1 എന്ന് പറഞ്ഞാൽ പിനിയൻ്റെ ഫോം ഫാക്ടർ y1 is equal to 0.154 മൈനസ് 0.912 ഡിവൈഡ് ബൈ Z1 വരെ y1 കിട്ടും. വാല്യൂ 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, കിട്ടുന്ന വാല്യൂ 0.1084 എന്ന് കിട്ടും. അതുപോലെ y2 കണ്ടുപിടിക്കാം. ഇവിടെ Z1 വരെ Z2 കൊടുത്തു കഴിഞ്ഞാൽ y2 കിട്ടും. y2ൻ്റെ വാല്യൂ 0.1357. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് ഫാക്ടർ കണ്ടുപിടിച്ച് നോക്കാം. ഫോർ പിനിയൻ്റെ കേസിൽ സിഗ്മ D1 ഇൻറ്റു y1 വരും. അപ്പോൾ എന്ത് വരും? 200 ഇൻറ്റു 0.1084 ദാറ്റ് ഈസ് ഈക്വൽ ടു 21.68 എന്ന് കിട്ടുന്നു. ഗിയറിൻ്റെ കേസിൽ സിഗ്മ D2 ഇൻറ്റു y2 180 ഇൻറ്റു 0.1357 എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ 24.44. അപ്പോൾ സ്ട്രെങ്ത് കൂടുതൽ, ഇപ്പോൾ വലിയ സ്ട്രെങ്ത് ഫാക്ടർ കൂടുതലുള്ളതായിരിക്കും കൂടുതൽ സ്ട്രോങ്. അപ്പോൾ ഗിയറിൻ്റെ കേസിലാണ് കൂടുതൽ സ്ട്രോങ് എന്ന് മനസ്സിലാവും. പിനിയനാണ് വീക്കർ. അപ്പോൾ പിനിയൻ്റെ വാല്യൂ 21.68 ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പിനിയൻ അത് ലെസ് ആയതുകൊണ്ട് ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ പിനിയൻ. ശ്രദ്ധിക്കുക, പിനിയൻ്റെ സ്ട്രെങ്ത് ഫാക്ടർ വാല്യൂ സിഗ്മ ഡി ഇൻറ്റു വൈ എന്ന് പറഞ്ഞ വാല്യൂ പിനിയനാണ് കുറവ്. അതുകൊണ്ട് പിനിയനാണ് വീക്കർ എന്ന് എടുക്കുന്നു. പിനിയന് ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യണം. ഇനി അടുത്ത മേജർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊഡ്യൂൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൊഡ്യൂൾ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ നമുക്ക് ഡയമീറ്റർ അറിയാം. അതായത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് തന്നു, ഗിയർ റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡയമീറ്റർ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ മൊഡ്യൂൾ എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എടുക്കാനുള്ളത് റൂട്ട് ഓഫ് FT ബൈ സിഗ്മ ഡി സി വി കെ വൈ. എം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് FT ഡിവൈഡ് ബൈ സിഗ്മ ഡി സി വി കെ വൈ. ഇക്വേഷൻ 12.5b പേജ് നമ്പർ 204. ഇനി അതിനകത്തുള്ള ഓരോ വേരിയബിളും നോക്കാം. സിഗ്മ ഡി നമുക്ക് തന്നിട്ടുണ്ട്, അതൊക്കെ. ഇനി സി വി വാല്യൂ അറിയണമെങ്കിൽ നമ്മൾ വെലോസിറ്റി അറിയണം. സി വി ഇക്വേഷൻ നമുക്ക് പേജ് നമ്പർ 12.6b എന്ന് കിട്ടും. അപ്പോൾ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ വെലോസിറ്റി ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, പൈ dn ബൈ 60. ഇവിടെ പിനിയനാണ് ഡിസൈൻ ചെയ്യുന്നത്, അതുകൊണ്ട് പൈ d1 n1 ബൈ 60 യൂസ് ചെയ്യാം. d1 വാല്യൂ മീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 180 സംതിങ് ആണ് കിട്ടിയത്. അപ്പോൾ 0.18 കിട്ടും. 0.18 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 60. അപ്പോൾ കിട്ടുന്ന വാല്യൂ 9.43 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡിലെ വാല്യൂ ആണ് വേണ്ടത്. ഇനി ആ ഇക്വേഷൻ പ്രകാരം നമ്മുടെ v അപ് ടു 13 മീറ്റർ പെർ സെക്കൻഡിനുള്ള ഇക്വേഷൻ ഇതാണ്. v അപ് ടു 13 മീറ്റർ പെർ സെക്കൻഡിന് ഡേറ്റാ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡേറ്റാ ബുക്ക് നോക്കുക, 12.6b ആണ് ഇക്വേഷൻ. അത് വെച്ച് നമുക്ക് സി വി വാല്യൂ വെലോസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. അതിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, 4.58 ഡിവൈഡ് ബൈ 4.58 പ്ലസ് വി വാല്യൂ 9.43 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സി വി വാല്യൂ കിട്ടുന്നത് 0.3269. ഇനി ഫോം ഫാക്ടർ ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു സ്മാൾ വൈ ആണ്. പൈ ഇൻറ്റു വൈ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ സ്മാൾ വൈ പിനിയൻ്റെ ഫോം ഫാക്ടർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ലൂയിസ് ഫോം ഫാക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.1084 നേരത്തെ കിട്ടിയായിരുന്നു. അതേ ഇൻറ്റു പൈ, അതുമ്പോൾ ക്യാപിറ്റൽ വൈ ആയി. ഇനി അടുത്ത വേരിയബിൾ എന്ന് പറയുന്നത് FT, ടാൻജൻഷ്യൽ ടു ലോഡ് എഫ് ടിക്ക് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. 1000 PCS ബൈ വി. 1000 PCS ബൈ വി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് ലോഡ് നമ്മളെ പവർ എത്ര ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് അറിയാം. സർവീസ് ഫാക്ടർ വേണം. വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 9.43. അപ്പോൾ നമുക്ക് ഇനി FT എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ FT കാൽക്കുലേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ആ ടേബിൾ നോക്കാം. സർവീസ് ഫാക്ടറിൻ്റെ ടേബിൾ 12.8 ഇതാണ്. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്തൊക്കെയാണ്? മീഡിയം ഷോക്ക് 8 to 10 hours per day.
ഇപ്പോൾ 8 to 10 hours per day ഇവിടെ വരുന്നു. മീഡിയം ഷോക്ക് ഇതാണ് മീഡിയം ഷോക്ക് കണ്ടീഷൻ. ഇപ്പോൾ നോക്കുമ്പോൾ കറസ്പോണ്ടിങ് രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സർവീസ് ഫാക്ടർ 1.5 എന്ന് കിട്ടും. ഇങ്ങനെയാണ് സർവീസ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. സർവീസ് ഫാക്ടർ 1.5 കിട്ടി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1000 ഇൻറ്റു പവർ ടു ബി ട്രാൻസ്മിറ്റഡ് 25 ആണ്. സർവീസ് ഫാക്ടർ 1.5, വെലോസിറ്റി 9.43 മീറ്റർ പെർ സെക്കൻഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3.98 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. കിട്ടുന്ന ആൻസർ ന്യൂട്ടണിലായിരിക്കും. നമുക്ക് കൺവേർട്ട് ചെയ്ത് 3.98 കിലോ ന്യൂട്ടൺ എഴുതാം. നമ്മൾ ഇനി മൊഡ്യൂളിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കുന്നു. അവിടെ എഫ് ടി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 3.98 × 10⁻³ ന്യൂട്ടൺ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 200 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് സിഗ്മ ഡി വാല്യൂ 200 ആയിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ അടുത്ത സി വി, നമ്മുടെ വെലോസിറ്റി ഫാക്ടർ സി വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ബി എന്ന് പറഞ്ഞാൽ 10 ടൈംസ് നമ്മൾ കെ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെ എന്ന് പറയുന്നത് എന്താണ്? 10 ആണ് വാല്യൂ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കെ എന്ന് പറയുന്നത് B/M റേഷ്യോ ആണ്. നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇവിടെ കെ എന്ന് പറയുന്നത് 10 ടൈംസ് ബി എന്ന് ഫേസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 10 ടൈംസ് മൊഡ്യൂൾ ആണെങ്കിൽ കെ ഈസ് ഈക്വൽ ടു B/M റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 മൊഡ്യൂൾ ഡിവൈഡ് ബൈ മൊഡ്യൂൾ എന്ന് വരും. അപ്പോൾ കെയുടെ വാല്യൂ 10. അതാണ് ഇവിടെ 10 എന്ന് കൊടുത്തേക്കുന്നത്. കെയുടെ വാല്യൂ ആണ് 10 എന്ന് കൊടുത്തേക്കുന്നത്. ഇനി ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു സ്മാൾ വൈ, അതായത് 0.1084 പൈ എന്ന് കിട്ടും ക്യാപിറ്റൽ വൈ വാല്യൂ. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൊഡ്യൂൾ 4.23 mm എന്ന് കിട്ടും. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മൊഡ്യൂൾ ഈസ് ഈക്വൽ ടു 4.23 mm. ഇനി അതിനെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാം. അപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ 12.2 ആണ് മൊഡ്യൂൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാനുള്ള ടേബിൾ. ഈ ടേബിൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 4.something ആയിരുന്നു. 4.something വരുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. നമ്മൾ പ്രിഫറൻസ് 1 ആണ് നോക്കുന്നത്. സ്റ്റാൻഡേർഡ് വാല്യൂ 5. അപ്പോൾ മൊഡ്യൂൾ സ്റ്റാൻഡേർഡ് വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് മൊഡ്യൂൾ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ നടത്തിയ അസംഷൻ, നമ്മൾ നമ്പർ ഓഫ് ടീത്ത് 28 അസ്യൂം ചെയ്തായിരുന്നു. നമുക്ക് കറക്റ്റ് നമ്പർ ഓഫ് ടീത്ത് എത്രയാണെന്ന് നോക്കാം. D1 വാല്യൂ 180, D2 വാല്യൂ 450 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. അതനുസരിച്ച് നമുക്ക് നോക്കാം. അതനുസരിച്ച് നോക്കുമ്പോൾ D1 180 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടും? 36 എന്ന് കിട്ടും. ദെൻ D2 Z2 is equal to 36 എന്ന് കിട്ടും. Z2 D2 by M 450 by 5, അത് 90 ടീത്ത് എന്ന് കിട്ടും. നമ്മൾ കണ്ടുപിടിച്ച ഡയമീറ്റർ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. നിയറസ്റ്റ് വാല്യൂ ആയിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്ത് എഴുതും. ദെൻ നമുക്ക് വാല്യൂ 36, 90 Z1 Z2 കിട്ടി. ഇനി ഫേസ് വിഡ്ത്ത് നോക്കുമ്പോൾ ബി 10 ടൈംസ് മൊഡ്യൂൾ ആയിരുന്നു. അത് 10 ഇൻറ്റു മൊഡ്യൂൾ 550 കിട്ടി. ഓക്കെ. ഇനി ഗിയർ റേഷ്യോ കറക്റ്റ് തന്നെയെന്ന് ചെക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്ത സ്ഥിതിക്ക് ഗിയർ റേഷ്യോക്ക് ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. Z2 by Z1 നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 90/36 2.5 തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ദെൻ ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സിഗ്മ D1 ആണ്. സിഗ്മ D1 പെർമിസിബിൾ വാല്യൂവിന് അകത്ത് തന്നെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം. നമ്മൾ അസംഷനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതായത് മൊഡ്യൂൾ സ്റ്റാൻഡർഡൈസ് ചെയ്തു, ഗിയർ ആക്ച്വൽ നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിച്ചു. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഇനി ഇവിടെ ലൂയിസ് ഫാക്ടർ ശരിക്കും വ്യത്യാസം വരും. കാര്യം ഇവിടെ Z1 വാല്യൂ മാറി. Z1 പുതിയ വാല്യൂ ആയ 36 ഇട്ട് കൊടുക്കണം. 36 ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ലൂയിസ് ഫോം ഫാക്ടർ പൈ ഇൻറ്റു സ്മാൾ y1 കണ്ടുപിടിച്ച് നോക്കാം. എന്നിട്ട് ചെയ്യാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ അതായത് 12.5a ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ടാൻജൻഷ്യൽ ലോഡ് FT ഉണ്ട്. സിഗ്മ ഡി കണ്ടുപിടിക്കണം. സിഗ്മ ഡി ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിഗ്മ ഡി കണ്ടുപിടിക്കണം. പെർമിസിബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. CV കണ്ടുപിടിക്കണം. പുതിയ CV കണ്ടുപിടിക്കണം. ഫേസ് വിഡ്ത്ത് V കിട്ടി. 5 ഇൻറ്റു 5 ആണ് നമ്മൾ 50 എന്ന് കിട്ടി. ഫേസ് വിഡ്ത്ത് 50 എന്ന് കിട്ടി. ദെൻ Y നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നു. M സ്റ്റാൻഡേർഡ് മൊഡ്യൂൾ. ഇത്രയും വാല്യൂ ഉണ്ട്. നമുക്ക് വേണ്ട ഏതാണ്? ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിഗ്മ ഡി കണ്ടുപിടിച്ച് നോക്കിയിട്ട് നമ്മുടെ മെറ്റീരിയൽ പ്രോപ്പർട്ടി വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഇപ്പോൾ കമ്പയർ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ Y സിഗ്മ ഡി ഇൻറ്റു Y വാല്യൂ കിട്ടി. പൈ ഇൻറ്റു Y കിട്ടി. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.1287 പൈ. ഇവിടെ 36 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. Z പുതിയ വാല്യൂ 36 ആയിരുന്നു. നേരത്തെ നമ്മൾ 28 ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് മാറി പുതിയ സ്റ്റാൻഡേർഡ് കറക്റ്റ് വാല്യൂ കിട്ടി. നമുക്ക് 36 എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ക്യാപിറ്റൽ Y കിട്ടി. ഇനി നമുക്ക് ആ ഇക്വേഷൻ, അതായത് FT is equal to സിഗ്മ ഡി CV BYM, ആ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. സിഗ്മ ഡി നമുക്ക് അൺനോൺ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. കാരണം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്.
FT നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. CV നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് അതിനകത്ത് അസംഷൻ ഒന്നും ഇല്ലായിരുന്നു. CV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫേസ് വിഡ്ത്ത് 50 ആണ്. ഓക്കെ, ഇത് പുതിയ ലൂയിസ് ഫാക്ടർ വാല്യൂ, പുതിയ വാല്യൂ. ദെൻ സ്റ്റാൻഡേർഡ് മൊഡ്യൂൾ 5. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 120.47 എന്നാണ് കിട്ടുന്നത്, സിഗ്മ D1. ഇത് കമ്പയർ ചെയ്യേണ്ടത് തന്നിരുന്ന ഡേറ്റ വെച്ചിട്ടാണ്. തന്നിരുന്ന മെറ്റീരിയൽ പ്രോപ്പർട്ടി വാല്യൂ അനുസരിച്ച് സിഗ്മ D എന്താണ് 200 MPa ആയിരുന്നു. അപ്പോൾ ഇവിടെ 120 ആണ് കിട്ടിയത്. അപ്പോൾ അത് പെർമിസിബിൾ വാല്യൂവിനേക്കാളും കുറവാണ്. അതുകൊണ്ട് ഡിസൈൻ വാല്യൂസ്, അസ്യൂംഡ് വാല്യൂസ് എല്ലാം സാറ്റിസ്ഫാക്ടറി ആണ്, ഡിസൈൻ സേഫ് ആണ്. മൊഡ്യൂൾ 5 ആയിട്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് മൊഡ്യൂൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. മൊഡ്യൂൾ 5 ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് സ്റ്റാറ്റിക് സ്ട്രെസ്സിന് ഡിസൈൻ ചെക്ക് ചെയ്യുന്നത്. ഇനി എഴുതാനുള്ള കാര്യം ഫേസ് വിഡ്ത്ത്. ഫേസ് വിഡ്ത്ത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് മൊഡ്യൂൾ ആയ സ്ഥിതിക്ക് ഫേസ് വിഡ്ത്ത് 50 ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനിയുള്ള സ്റ്റെപ്പുകളിൽ എളുപ്പമാണ്. ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ഉള്ള ഇക്വേഷൻ കൊണ്ട് എടുക്കുക. 12.12 മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഡൈനാമിക് ലോഡ് FD = FT plus K3V CB plus FT divided by K3V plus root of CB plus FT. അപ്പോൾ അവിടെ ആകെ കണ്ടുപിടിക്കാനുള്ള ഏതൊക്കെയാണ്? K3 അവിടെ തന്നിട്ടുണ്ട്. K3 വാല്യൂ എന്ന് പറയുന്നത് 20.67 ആണ്. സോറി, K3 വാല്യൂ എന്ന് പറയുന്നത് K3 വാല്യൂ എന്ന് പറയുന്നത് 20.67 ആണ്. K3 വാല്യൂ 20.67. ദെൻ ക്ലാസ് 2 ഗിയർ ആണ് തന്നിട്ടുണ്ട്. ക്ലാസ് 2 ഗിയറിൻ്റെ C വാല്യൂ നമുക്ക് ഡൈനാമിക് ഫാക്ടർ കൊണ്ട് കണ്ടുപിടിക്കാനാണ് C. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡേറ്റകൾ യൂസ് ചെയ്യാം. അതായത് ടേബിൾ 12.13യും ടേബിൾ 12.12, അതാണ് നമ്മൾ ഈ ഡൈനാമിക് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി പേജ് നമ്പർ 236ഉം 237 നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം. ഇവിടെ നോക്കാനുള്ള കാര്യം മൊഡ്യൂൾ 5 ആണ്. നമ്മുടെ ട്യൂത്ത് 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട് സ്റ്റീൽ കാസ്റ്റൻ കോമ്പിനേഷൻ. ഇത്രയും കാര്യം വെച്ചിട്ട് നമുക്കത് ഡൈനാമിക് ഫാക്ടർ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇപ്പോൾ 12.13 ടേബിൾ 12.13 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനകത്തുള്ള മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 5 ആയിരുന്നു, 5mm മൊഡ്യൂൾ. ഓക്കെ, ക്ലാസ് 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് 2 ഗിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എറർ വാല്യൂ ടേബിളാണിത്. എറർ വാല്യൂ കിട്ടുന്നത് 0.0277. ഓക്കെ, 0.0277, അതായത് 0.02 വെച്ച് എടുക്കാം. അല്ലെങ്കിൽ 0.02നും 0.03ക്കും ഇടയ്ക്ക് നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റർപോളേറ്റ് ആയിരിക്കും നല്ലത്. 0.027 വന്നില്ല, അപ്പോൾ ഇൻ്റർപോളേറ്റ് ചെയ്യാം. അപ്പോൾ 0.02ന് കോമ്പിനേഷൻ 20 ഡിഗ്രി ഫുൾ ഡെപ്ത് കാസ്റ്റേൺ ആൻഡ് സ്റ്റീലാണ് കോമ്പിനേഷൻ. 20 ഡിഗ്രി 0.2ൻ്റെ 0.3യുടെ വാല്യൂ 157.3യും 235.9. ഈ രണ്ട് വാല്യൂ എടുത്ത് നമുക്ക് ഇടയ്ക്കുള്ള വാല്യൂ ആണ് വേണ്ടത്. 0.027 ആയ സ്ഥിതിക്ക് ഇടയ്ക്കുള്ള വാല്യൂ ആണ് വേണ്ടത്. അത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ മനസ്സിലായല്ലോ, അത് മൊഡ്യൂൾ വാല്യൂ വെച്ചിട്ട് ക്ലാസ് 2 ഗിയർ എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് വാല്യൂ മൊഡ്യൂൾ 5നും ക്ലാസ് 2 ഗിയറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ വാല്യൂ 0.027. അത് ഇവിടെ ഒന്ന് നോക്കണം. ഡൈനാമിക് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ടേബിൾ വന്നിട്ട് എറർ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, ഓരോ വാല്യൂസ് തന്നിട്ടുണ്ട്. ആ റേഞ്ചിൽ ഏതാണോ വരുന്നതും അതും മെറ്റീരിയൽ കോമ്പിനേഷൻ പ്ലസ് ടൂത്ത് ഫോം അതോടെ നോക്കിയിട്ട് ഡൈനാമിക് ഫാക്ടർ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഡൈനാമിക് ഫാക്ടർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എറർ 0.02ന് 157 ആയിരുന്നു, 0.03ക്ക് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എറർ വാല്യൂ നമുക്ക് ഇതുപോലെ ഇൻ്റർപോളേറ്റ് ചെയ്താണ് ഇവിടെ കണ്ടുപിടിച്ചേക്കുന്നത്. 157 തന്നിട്ടുണ്ട്, 0.02 എത്രയെന്ന് അറിയത്തില്ല. അപ്പോൾ അത് ഓരോ ഡിവിഷൻ, ഓരോ കറസ്പോണ്ടിങ് 0.02നും 0.03നും ഇടയ്ക്കുള്ള ആ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് ഇൻ്റർപോളേറ്റ് ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ചു. 217.86 എന്നാണ് ആൻസർ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഡൈനാമിക് ലോഡ് കണ്ടുപിടിക്കാനുള്ള ഓരോ വേരിയബിളായിട്ട് നമുക്കിപ്പോൾ മനസ്സിലായി. K3 V വെലോസിറ്റിയാണ്, C ഇപ്പോൾ ഡൈനാമിക് ഫാക്ടർ കിട്ടി, V ഫേസ് വിഡ്ത്ത്,
FT എന്ന് പറയുന്നത് നമ്മുടെ ടാൻജൻഷ്യൽ ലോഡ്. അപ്പോൾ അതെല്ലാം നമുക്ക് സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന FD വാല്യൂ 13.13 കിലോ ന്യൂട്ടൺ, അല്ലെ 13.13 × 10³ ന്യൂട്ടൺ എന്ന് കിട്ടും. അത് കിലോ ന്യൂട്ടണിലോട്ട് മാറ്റി എഴുതിയേക്കുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ചെക്ക് ചെയ്യണം, അതായത് എൻഡൂറൻസ് സ്ട്രെങ്തിനും വിയർ ലോഡിനും ചെക്ക് ചെയ്യണം. അപ്പോൾ എൻഡൂറൻസ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. FEN is equal to sigma EN B capital Y M. അപ്പോൾ അതിനകത്ത് ഇക്വേഷൻ, അത് പേജ് നമ്പർ 207 കൊടുത്തിട്ടുള്ള ഇക്വേഷനാണ്. ഡയറക്റ്റ് എടുക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ ടേബിൾ നമുക്ക് സിഗ്മ EN വാല്യൂ ക്വസ്റ്റ്യന് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പിനിയനാണ് ഡിസൈൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ BHN വാല്യൂ നമുക്ക് ഡേറ്റയിലുണ്ട് 250 എന്ന്. അപ്പോൾ ആ വാല്യൂ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം സിഗ്മ EN എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ടേബിൾ 12.15 ആണ് റെഫർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നമ്മുടെ സ്റ്റീൽ 250, സ്റ്റീൽ 250 ആണ് നമ്മൾ റെഫർ ചെയ്യാനുള്ളത്. സ്റ്റീൽ 250 കൂടെ തന്നിട്ടുണ്ട്. സിഗ്മ EN ആണ് ഈ കോളം സിഗ്മ ENൻ്റെ കോളമാണ്. അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 429 മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 429 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. ഇങ്ങനെയാണ് ടേബിൾ നോക്കിയിട്ട് സിഗ്മ EN വാല്യൂ ചൂസ് ചെയ്യുന്നത്. നമ്മൾ 429 മെഗാ പാസ്കലിന് എടുത്തു. ദെൻ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ EN അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് B 250 എന്നറിയാം. ക്യാപിറ്റൽ പൈ ഇൻറ്റു 0.1287 നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതറിയാം. മൊഡ്യൂൾ 5. ഓക്കെ, സിഗ്മ EN ഇപ്പോൾ ഇവിടെ ടേബിളിൽ നിന്ന് കിട്ടി. അതെല്ലാം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, FEN കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. FEN കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 43.36 എന്നാണ്. 43.36 × 10³ എന്ന് കിട്ടും, അതായത് 43.36 കിലോ ന്യൂട്ടൺ. അത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് FD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത് FEN ആണ് കൂടുതൽ, അതായത് നമ്മളെ എൻഡുറൻസ് സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പോൾ ഡൈനാമിക് ലോഡിനേക്കാളും നമുക്ക് എന്ത് കിട്ടും, ഡിസൈൻ സേഫ് അഗെയിൻസ്റ്റ് സ്റ്റാറ്റിക് ടൂത്ത് ലോഡ്, അങ്ങനെ എഴുതാൻ പറ്റും. സ്റ്റാറ്റിക് ലോഡിന് ഇത് സേഫ് ആണെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വിയർ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നോക്കാം. അപ്പോൾ വിയർ ലോഡ് കാൽക്കുലേഷൻ ഇത്രയേ ഉള്ളൂ. FWൻ്റെ ഇക്വേഷൻ എന്താണ്, D1BQK. പേജ് നമ്പർ 12.5A പേജ് 208 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെയുള്ള അൺനോൺസ് ഏതൊക്കെയെന്ന് നോക്കാം. D1 എന്ന് പറയുന്നത് എന്താ, ഡയമീറ്റർ ഓഫ് പിനിയൻ നമുക്കറിയാം 180 mm. B ഫേസ് വിഡ്ത്ത് 50 mm. ഇനി Q വേണം. Q നമുക്ക് ഡേറ്റാ ബുക്ക് തന്നെ ഈ തന്നേക്കുന്ന ഇക്വേഷന് താഴെ തന്നെ 12.15C ആയിട്ട് കൊടുത്തിട്ടുണ്ട്. Q is equal to 2D2/D1 + D2. D2 എന്ന് പറഞ്ഞാൽ ഗിയറിൻ്റെ ഡയമീറ്റർ അറിയാം 450. D1 എത്രയായിരുന്നു 180, 450 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Q വാല്യൂ 1.428 എന്ന് കിട്ടും. ഇനി വേണ്ടത് K ആണ്. K ആണ് കണ്ടുപിടിക്കാനുള്ളത്. K കണ്ടുപിടിക്കാൻ വേണ്ടി ടേബിൾ 12.16 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം. ഇവിടെ കോമ്പിനേഷൻ പറഞ്ഞേക്കുന്നത് 20° സ്റ്റീൽ കാസ്റ്റ് ആൻഡ് കോമ്പിനേഷൻ, BHN 250, BHN അടുത്ത BHN എന്ന് പറയുന്നത് 200. നമുക്ക് ആ സംഭവം ഒന്ന് നോക്കാം. ഇതാണ് 12.16 ടേബിൾ. 12.16 ടേബിൾ ഇതാണ്. ഇതിനകത്ത് എങ്ങനെയാണ് K വാല്യൂ കണ്ടുപിടിക്കുന്നത് നോക്കാം. അവിടെ സ്റ്റീൽ കാസ്റ്റ് ആൻഡ് കോമ്പിനേഷൻ തന്നായിരുന്നു. പിനിയൻ സ്റ്റീൽ 200, കാസ്റ്റ് ആണ് 200, പിനിയൻ സ്റ്റീൽ 250. ഇപ്പോൾ നോക്കുമ്പോൾ കോമ്പിനേഷൻ കാസ്റ്റ് ആണ് കോമ്പിനേഷൻ 180 ആണ് വരുന്നത്. നമുക്ക് മാക്സിമം 200 ആണ് വരാനുള്ളത്. ഇവിടെ മാക്സിമം വാല്യൂ 180 വന്നിട്ടുള്ളൂ. നമുക്ക് കറസ്പോണ്ടിങ് K എത്രയും നോക്കാം. 20° ആണ് തന്നിരിക്കുന്നത്. 20° ഫുൾ ഡെപ്ത് സിസ്റ്റം ആണ്. അപ്പോൾ K വാല്യൂ 1.344 എന്ന് കിട്ടും. ഇങ്ങനെയാണ് K വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതായത് കാസ്റ്റ് അയണും സ്റ്റീലും മെറ്റീരിയൽ കോമ്പിനേഷൻ ഏത് നോക്കുക, ബ്രില്ലൻ ഹാർഡ്നെസ് നമ്പർ നോക്കുക, കറസ്പോണ്ടിങ് K ഏത് ഡിഗ്രി ടൂത്ത് ഫോം ആണെന്ന് നോക്കിയിട്ട് ആ K വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ K വാല്യൂ കിട്ടിയ നേരത്തെ എത്ര കിട്ടിയ 1.344 കിട്ടി. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, FW എന്ന് കിട്ടുന്നത് 180 × 50 × 1.428 × 1.344 എന്ന് വരും. എൻ്റെ ആൻസർ വരുന്നത് 17.28 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഇത് നേരത്തെ കിട്ടിയ FD വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് FD 13 something ആയിരുന്നു. ഇവിടെ 17.28 കിലോ ന്യൂട്ടൺ കിട്ടി. FW വാല്യൂ FDയേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ മെറ്റീരിയൽ ഈസ് സേഫ് അഗെയിൻസ്റ്റ് വിയർ എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഡിസൈൻ പ്രൊസീജിയർ. അതായത് ഇവിടുത്തെ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകം എന്തായിരുന്നു, ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ തന്നേക്കുന്നത് സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന ടൈമിലാണ്. സെൻറ്റർ ഡിസ്റ്റൻസും ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ, ആ മൊഡ്യൂളിനുള്ള ഇക്വേഷൻ എടുക്കുന്നു,
എന്നിട്ട് ഓരോ കണ്ടീഷൻ തന്നതനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പിലും നമ്മളത് ഫോളോ ചെയ്തിട്ട്